ശരി, പെണ്ണുമ്പിള്ള കുളിച്ചോണ്ടിരുന്നപ്പോ തെങ്ങിന്റെ മണ്ടക്ക് കയറിയിട്ട് ഞെളിഞ്ഞ് നിക്കുവാന്നോ? അങ്ങനല്ല. പിന്നെന്തുവാ? ഞാൻ എപ്പോ തെങ്ങ് കേറിയാലും അവര് വന്ന് ഞങ്ങൾ കുളിച്ചോളുവാ. അത് ശരി, അവരുടെ കുറ്റവാ നീ ഇപ്പൊ പറഞ്ഞത്. എടാ, നിനക്ക് വേലയും കൂലിയും ഒന്നും ഇല്ലയോടാ? ജോലി ഉണ്ട്. ജോലി എന്തോ ഉള്ളത്? ഇഷ്ടിക കച്ചവടം. നല്ല ജോലിയല്ലയോ? ഇഷ്ടിക കമ്പനി ഉണ്ടോ? ഇല്ല. പിന്നെന്തുവാ? അവന് എറിഞ്ഞിടുന്ന ഇഷ്ടികയെല്ലാം ഞാൻ പെറുക്കി അടുക്കി വെക്കും. എന്നിട്ട് ഒരു വണ്ടി ഇഷ്ടിയാകുന്നുണ്ട് ഞാൻ വിൽക്കും. എത്ര വണ്ടി ഇഷ്ടിക വിറ്റു? ഈ വർഷം 16 ലോഡ് വിറ്റ്. അപ്പൊ എന്ന് വാങ്ങുക തെങ്ങേറ്റോ ഏറ് മേടിക്കാൻ തന്നെയാ? ഇല്ല. പിന്നെന്തുവാ? എനിക്ക് 5 ദിവസം എറിഞ്ഞില്ല. അപ്പൊ അവൻ അവിടെ ഇല്ലായിരുന്നായിരിക്കും? അല്ല, അവന്റെ ഭാര്യക്ക് പനിയായിരുന്നു. കുളിമുറി വന്ന് കാണത്തില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ ബാക്കി പറ. എന്നിട്ട് ഇവൻ ഓരോ ചെയ്തികൾ ചെയ്തിട്ട് അവൻ എന്നോട് പറയുക, അയലത്തുകാരനായോണ്ട് ഞാൻ ക്ഷമിക്കുക. അവന്റെ മനസാക്ഷി കൊണ്ടാണ്. മനസാക്ഷി കൊണ്ട് ഇത്ര കാണുക. നിന്റെ പരാതി എന്ത് ചെയ്യും? പരാതി എന്ത് ചെയ്യും? നിന്റെ മൂന്നാമത്തെ വരി വായിച്ചേ. അത് മലയാളത്തില് തെറിയാ. നിന്നെ വിളിക്കണം. നിന്നെ അത്ര സ്വഭാവം. നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് ബാക്കി പറ. ഇപ്പോഴും നീ തെങ്ങ കയറിക്കൊണ്ടിരിക്കുവാന്നോ? അല്ല, പിന്നെന്തുവാ? എന്റെ ബിസിനസ് ഇപ്പൊ ഇല്ല.